ഹായ് എവരി വൺ, ദിസ് ഇസ് ഹാനി ഫ്രം ജെ ബോക്സ്. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായും ഇത് അവർക്ക് ഷെയർ ചെയ്യുക. ബിക്കോസ് എൻ്റെ അറിവിൽ ലിഫ്റ്റിംഗ് ബെൽറ്റ്സിനെ പറ്റി ഇത്രയും ഇൻഡെപ്ത് ആയ വീഡിയോ മലയാളത്തിലില്ല. സോ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒരു പുതിയ ലിഫ്റ്റിംഗ് ബെൽറ്റ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ഇത്. സോ ഞാൻ 3 ലിഫ്റ്റിംഗ് ബെൽറ്റ്സ് പരിചയപ്പെടുത്തും ആൻഡ് ഓരോന്നിൻ്റെയും പോസിറ്റീവ്സും ഡ്രോബാക്സും പറഞ്ഞു തരും. ആൻഡ് നിങ്ങൾ ഏത് ബെൽറ്റാണ് മേടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് എനിക്ക് എൻ്റേതായ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഞാനൊരു പവർ ലിഫ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ടും ഈ വീഡിയോയ്ക്ക് അതിൻ്റേതായ ബയസ് ഉണ്ടായെന്ന് വരാം. സോ പ്ലീസ് ഡു ബെയർ വിത്ത് മീ ഓൺ ദാറ്റ്. ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെൽറ്റ് ഹെവി ലിഫ്റ്റിങ്ങിന് അത്ര നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് വരാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ ഏത് ടൈപ്പ് ഓഫ് ബെൽറ്റ്സാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളതെന്ന് പറയാം. ഹെവി വെയ്റ്റ്സ് എടുക്കുന്നവർ അത്യാവശ്യം സ്ട്രോങ് ആൻഡ് റിജിഡ് ബെൽറ്റ്സ് തന്നെ മേടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. വിച്ച് മീൻസ് നിങ്ങളുടെ ബെൽറ്റ് 3 to 4 ഇഞ്ചസ് വിഡ്ത്തും 10 to 13 മില്ലിമീറ്റേഴ്സ് തിക്നെസ്സും ഉണ്ടായിരിക്കേണ്ടതാണ്. വിയർപ്പ് തട്ടിക്കഴിഞ്ഞാൽ കേടുവരുന്ന ബെൽറ്റോ സോഫ്റ്റായി റിജിഡിറ്റി ലൂസാവുന്ന ബെൽറ്റോ മേടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളൊരു ലെതർ ബെൽറ്റാണ് മേടിക്കുന്നതെങ്കിൽ ബെൽറ്റിനകത്ത് ലെതർ അല്ലാത്ത വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആയിരിക്കണം. അകത്ത് ലെതറായി കഴിഞ്ഞാൽ ലെതറും ടീഷർട്ടും തമ്മിലൊരു ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ബെൽറ്റ് സ്ലിപ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്. അകത്ത് സ്വേഡോ വേറെ ഏതെങ്കിലും മെറ്റീരിയലോ ആവാം. പുറത്ത് ലെതറായാലും കുഴപ്പമില്ല, ബട്ട് അകത്ത് ലെതർ ആവരുത്. പിന്നെ ബാക്കിൽ നല്ല വിട്ടും ഫ്രണ്ടിൽ നാരോ ആയിട്ടുള്ള ബെൽറ്റ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് നമ്മൾ ഹെവി വെയ്റ്റ്സ് എടുക്കുമ്പോൾ ബ്രേസ് ചെയ്യുന്നത് ലോവർ ബാക്കിൽ നിന്ന് മാത്രമല്ല, ഫുള്ളി കോർക്ക് 360 ഡിഗ്രീസിൽ വേണം ബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു ബെൽറ്റ് മേടിക്കുമ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ഒരേ വിട്ടുള്ള ബെൽറ്റാണ് മേടിക്കേണ്ടത്. ഈ ബോഡി ബിൽഡിംഗ് ബെൽറ്റ്സ് ഒക്കെ ലേശം ഇഡിയോട്ടിക്കാണ് ഇൻ മൈ ഒപ്പീനിയൻ. ലോവർ ബാക്കിന് ഒരു കേവലം സപ്പോർട്ടായി നമ്മൾ ബെൽറ്റ്സിനെ കാണരുത്. നമുക്ക് ബ്രേസ് ചെയ്യാൻ ഒരു ടൂളും കൂടിയാണ് ലിഫ്റ്റിംഗ് ബെൽറ്റ്. ആദ്യത്തെ ടൈപ്പ് ഓഫ് ബെൽറ്റിനാണ് പ്രോങ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് ജിമ്മിൽ ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്ന ബെൽറ്റാണ്. ആൻഡ് ഇത് വെയർ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നോർമലി ഒരു ബെൽറ്റ് ഇടുന്ന പോലെ തന്നെ സ്ട്രാപ്പിൻ്റെ എൻ്റെ അടുത്ത് ബക്കിളിൽ ഇൻസേർട്ട് ചെയ്ത് സ്ട്രാപ്പിൻ്റെ മേലെ കിടക്കുന്ന ഒരുപാട് ഹോൾസിൽ നമ്മുടെ സൈസിങ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രകാരം ഏതെങ്കിലും ഒരു ഹോളിൻ്റെ അകത്ത് പ്രോങ് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു നോർമൽ പ്രോങ് ബെൽറ്റ് വെയർ ചെയ്യുന്നത്. പ്രോങ് ബെൽറ്റ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. നിങ്ങളൊരു പ്രോങ് ബെൽറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹെവി വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഇത് ഊരിപ്പോരുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകളും ഒരു പുതിയ പ്രോങ് ബെൽറ്റ് മേടിക്കുമ്പോൾ നല്ല പ്രോങ് ബെൽറ്റ് നോക്കിയിട്ടല്ല മേടിക്കാറ്. മിക്ക ആളുകളും പ്രോങ് ബെൽറ്റ് മേടിക്കുന്ന സമയത്ത് വിയർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരുന്ന ടൈപ്പ് ബെൽറ്റ് അല്ലെങ്കിൽ വളരെ സോഫ്റ്റായി വളരെ ഫ്ലെക്സിബിൾ ആവുന്ന ടൈപ്പ് ഓഫ് ബെൽറ്റാണ് മേടിക്കാറുള്ളത്. സോ നിങ്ങളൊരു പ്രോങ് ബെൽറ്റാണ് മേടിക്കുന്നതെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബെൽറ്റ് തന്നെ മേടിക്കുക. വിച്ച് മീൻസ് 10 to 13 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ബെൽറ്റ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം തിക്നെസ് ഉണ്ടാവണം ആ ബെൽറ്റിന്. നല്ല കട്ടിയുള്ള ഒരു ബെൽറ്റ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബ്രേസ് ചെയ്യാനും പറ്റും. കൂടുതൽ കാലം ഇത് നിലനിൽക്കും ചെയ്യും. വേറെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലിവർ ബെൽറ്റിൻ്റെ അത്ര ഫാസ്റ്റായിട്ട് അൺക്ലിപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ലിവർ ബെൽറ്റിൻ്റെ അത്ര സ്റ്റൈലിഷ് അല്ല എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രോങ് ബെൽറ്റ് തന്നെയാണ് ഏറ്റവും നല്ല ബെൽറ്റ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബ്രാൻഡ്സും റെക്കമെൻഡ് ചെയ്യാം. ആമസോണിൽ ഒരു ക്വിക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രോങ് ബെൽറ്റ്സ് കാണാൻ പറ്റും. ഓറിയോൺ, ബോൾഡ് ഫിറ്റ്, HRX. ബട്ട് ഈ ബെൽറ്റുകളൊന്നും 10 to 13 മില്ലിമീറ്റർ ബെൽറ്റ്സ് അല്ല. ആൻഡ് ഞാനിത് ഹെവി ലിഫ്റ്റിങ്ങിന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഈ ബ്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ബെൽറ്റ്സും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാനൊരു ക്വിക്ക് ആമസോൺ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇവരെ 10 to 13 മില്ലിമീറ്റർ ബെൽറ്റ് കാണാൻ പറ്റിയില്ല. ആമസോണിൽ പോയി 3 to 4 ഇഞ്ച് വിഡ്ത്തും 10 to 13 മില്ലിമീറ്റർ തിക്നെസ്സുമുള്ള ഏത് ബെൽറ്റും ഏത് പ്രോങ് ബെൽറ്റ്സും ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിളാണ് നാട്ടിലെ മിക്ക ആളുകളും യൂസ് ചെയ്യുന്നതായി ഞാൻ കണ്ടതും മിക്ക ആളുകൾക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ബെൽറ്റാണ് കോബോ എന്ന് പറയുന്ന ബ്രാൻഡ്. കോബോ എന്ന് പറയുന്ന ബ്രാൻഡിന് 10 മില്ലിമീറ്റർ ബെൽറ്റ് ഉണ്ട്, 13 മില്ലിമീറ്റർ ബെൽറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോബോ തന്നെ മേടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പ്രോങ് ബെൽറ്റിൽ സിംഗിൾ പ്രോങ് ഉണ്ട്, ഡബിൾ പ്രോങ് ഉണ്ട്. ഒരു സൈഡിൽ തന്നെ ഒരൊറ്റ ഹോൾ വരുന്നതിനാണ് സിംഗിൾ പ്രോങ് എന്ന് പറയുക. ഒരു സൈഡിൽ 2 ഹോൾ വരുന്നത് ഡബിൾ പ്രോങ്. ഡബിൾ പ്രോങ്ങിനേക്കാൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് സിംഗിൾ പ്രോങ്. സിംഗിൾ പ്രോങ്ങിന് ഞാൻ കണ്ടിരിക്കുന്ന ഒരുപാട് ഓപ്ഷൻസ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലെ ഈ ബെൽറ്റ്, അതേപോലെ സെർബറസ് എന്ന് പറയുന്ന ഈ ബെൽറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഹോക്ക് സ്പോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ബെൽറ്റും നല്ല തന്നെയാണ്. ഞാനിതിൽ പറഞ്ഞിട്ടുള്ളതല്ലാത്ത ഏത് ബ്രാൻഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. ഇതൊന്നും അല്ലാതെ പയനീർ ഫിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രോങ് ബെൽറ്റ് ഉണ്ട്, ലിവർ ബെൽറ്റ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് ബെൽറ്റ്സ് ഉണ്ട്. ആൻഡ് ഇതിലുള്ള എല്ലാ ബെൽറ്റ്സും അത്യാവശ്യം ഹൈ ക്വാളിറ്റിയാണ്. ബട്ട് സ്റ്റിൽ അതിൽ നിന്ന് മേടിക്കുമ്പോഴും 10 to 13 മില്ലിമീറ്റർ ബെൽറ്റ് തന്നെയാണോ മേടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഡെഫിനറ്റ് ആയിട്ടും 7 മില്ലിമീറ്റർ മാത്രം തിക്നെസ് ഉള്ള ബെൽറ്റ് മേടിക്കരുത്. രണ്ടാമത്തെ തരം ബെൽറ്റിനാണ് ലെവർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ SBയുടെ ബെൽറ്റ്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മെയിൽ എൻഡ് ഉണ്ട്, വിച്ച് യു ക്യാൻ സീ ഓവർ ഹിയർ. ഇത് അതിൻ്റെ ഫീമെയിൽ എൻഡ്, അതായത് ഈ ഒരു ഹോൾസിൽ ഏതെങ്കിലും ഒരു ഹോളിൽ ഇങ്ങനെ ഇടുക, അതിനുശേഷം ക്ലിപ്പ് ചെയ്യുക. ലെവർ ബെൽറ്റിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡാണ്.
അത് ഫാസ്റ്റായിട്ട് അഴിക്കാനും ഫാസ്റ്റായിട്ട് ക്ലിപ്പ് ചെയ്യാനും പറ്റും. ഒരു സെറ്റിന് ശേഷം ഇത് അഴിക്കാൻ അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പവർ ലിഫ്റ്റേഴ്സും ഇത്തരം ബെൽറ്റാണ് യൂസ് ചെയ്യാറ്. ലെവർ ബെൽറ്റിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 to 13 മില്ലിമീറ്റർ ബെൽറ്റ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം സ്റ്റേഡി ആയിരിക്കും. ഞാൻ കണ്ടതിൽ മിക്ക ലെവർ ബെൽറ്റും ഇതുപോലെ അത്യാവശ്യം സ്ട്രോങ് ആണ്. ഞാൻ സ്ട്രോങ് അല്ലാത്ത വളരെ മോശം ലെവർ ബെൽറ്റ്സും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ അത്യാവശ്യം റിജിഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ബ്രേസ് ചെയ്യാനും ആ ബ്രേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ബെൽറ്റിനെതിരെ പുഷ് ചെയ്യാനും സാധിക്കും. ലെവർ ബെൽറ്റ് അത്യാവശ്യം സ്റ്റൈലിഷ് ആണ്. ഇറ്റ് ലുക്സ് എ ലിറ്റിൽ ബിറ്റ് കൂൾ ഇൻ മൈ ഒപ്പീനിയൻ. നൗ ടു ദ ഡിസഡ്വാൻറ്റേജസ്. ലെവർ ബെൽറ്റിന് കുറേ ഡിസഡ്വാൻറ്റേജുകളും കൂടെ ഉണ്ട്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. ലെവർ ബെൽറ്റിൻ്റെ ഇത്രയും മെറ്റീരിയൽ ബെൽറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരിക. ചില ആളുകൾക്ക് അത് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. അത്രയും മെറ്റീരിയൽ ഇവിടെ ബ്ലോക്കായി കിടക്കുന്ന മാതിരി തോന്നും. ചില ആളുകൾക്ക് ഈ എക്സ്ട്രാ ഫാബ്രിക് റിബ്സിൻ്റെ അകത്തേക്ക് കയറുന്ന മാതിരി തോന്നാം. എനിക്കത് ഡിസ്ട്രാക്ഷനായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ഡിസ്ട്രാക്ഷനായിട്ട് തോന്നിയ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി പ്രോബ്ലം തോന്നിയ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ്, ഈ ലിവർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പ് സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗിൻ്റെ സൈഡിൽ നന്നായി ഷാർപ്പായിട്ടൊന്ന് കുത്തും. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് വലിയൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു കുറേ കാലം. എനിക്ക് ഏത് ലിവർ ബെൽറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി ലിവർ ബെൽറ്റ്സിൻ്റെയും ഈ എഡ്ജ് അത്യാവശ്യം ഷാർപ്പായിരിക്കും. SBD അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എഡ്ജസ് അവരുടെ 10 മില്ലിമീറ്റർ ബെൽറ്റിൽ മാത്രം ഇങ്ങനെ റൗണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ SBD അവരുടെ 10 മില്ലിമീറ്റർ ബെൽറ്റ് ഇറക്കിയപ്പോൾ ഇങ്ങനെ റൗണ്ട് ഔട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് മേടിച്ചിട്ടും എൻ്റെ ഈ ഇഷ്യൂ സോൾവ് ആയില്ല. പഴയതിൻ്റെ അത്ര പെയിൻ ഇല്ലെങ്കിലും ഇതും എനിക്ക് നന്നായി കുത്തുന്നുണ്ട്. അത്യാവശ്യം പെയിൻ തോന്നുന്നുണ്ട്. ആക്ച്വലി ഞാൻ 4 വർഷമായി ലെവർ ബെൽറ്റ് വെച്ചിട്ട് സ്ക്വാട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് കാരണം എൻ്റെ ലെഫ്റ്റ് ലെഗിൽ സൈഡിലൊരു സ്കാർ തന്നെ ഉണ്ട്. അത് പാൻറ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും ഈ വീഡിയോയിൽ അത് കാണിച്ചു തരില്ല. ഈ ഒരു ഇഷ്യൂ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പൊസിഷനിലാണ് സ്ക്വാട്ട് ചെയ്യുന്നതെങ്കിൽ, ഡീപ്പായിട്ട് സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് ഈ എഡ്ജസ് എൻ്റെ ലെഫ്റ്റ് ലെഗിൻ്റെ സൈഡിൽ കുത്തും എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബെൽറ്റ് ഞാൻ ഒന്ന് സൈഡിലേക്ക് തിരിച്ചിടും. ഇറ്റ് ഫീൽസ് ഓക്വേർഡ്. ആ സമയത്ത് കുറച്ച് ഓക്വേർഡായിട്ട് തോന്നും. ബട്ട് ഇതല്ലാതെ വേറൊരു പരിഹാരം ഞാൻ കണ്ടിട്ടില്ല ഇതിന്. ലെവർ ബെൽറ്റിൻ്റെ വേറൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക ലെവർ ബെൽറ്റ്സിൻ്റെയും SBD അല്ലാത്ത മിക്ക ലെവർ ബെൽറ്റ്സിൻ്റെയും ഈ കാണുന്ന ആ ഹോൾസൊക്കെ ഈ സൈഡിലാണ് വരിക. ഈ സൈഡിൽ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഈസി ആയിട്ട് സൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമല്ലോ ഈ ഹോൾസ് ഉള്ളത് കാരണം. പക്ഷേ നോർമൽ ലിവർ ബെൽറ്റ്സിൻ്റെ ഹോൾസ് ഈ സൈഡിലായതുകൊണ്ട് ലെവർ ബെൽറ്റ് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് വന്ന് ഇവിടെ സ്ക്രൂ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് വേണം ലിവർ ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾ തന്നെ 2 ഡിഫറെൻറ്റ് ലിഫ്റ്റ്സിൽ, ഫോർ എക്സാമ്പിൾ സ്ക്വാട്സിലും ഡെഡ് ലിഫ്റ്റിലും ഡിഫറെൻറ്റ് സൈസിങ് അഡ്ജസ്റ്റ്മെൻറ്റാണ് ബെൽറ്റിൽ നടത്തുന്നതെങ്കിൽ അയാൾ ലെവർ ബെൽറ്റ് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചില വലിയ ബെൽറ്റിൻ്റെ കമ്പനീസ് ഇത് കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൊല്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ SBDയിൽ ഈ സൈഡിലാണ് ഹോൾസ്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ പയണിയർ ഫിറ്റ് എന്ന് പറയുന്ന കമ്പനിയും ഇതിനു വേണ്ടി നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു ബെൽറ്റ് ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സൈസിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SBDയും പയണിയർ ഫിറ്റും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ബെൽറ്റ്സാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബെൽറ്റാണ് SBDയുടെ ബെൽറ്റ്. നാട്ടിലെ ഒരു 25,000 രൂപയുടെ അടുത്തൊക്കെ വരും. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ 3-4 വർഷമായിട്ട് ലെവർ ബെൽറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഇതായിട്ട് കംഫർട്ടബിൾ ആയി. ഇപ്പോൾ നിങ്ങളൊരു ബെൽറ്റ് മേടിക്കുന്ന സമയത്ത് നിങ്ങൾ കൺസേൺഡ് ആയിരിക്കേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ആരും ലെവർ ബെൽറ്റ് മേടിക്കരുതെന്നോ ലെവർ ബെൽറ്റ് വളരെ മോശം ബെൽറ്റ് ആണെന്നോ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ നെഗറ്റീവ്സ് ഒക്കെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവർ ബെൽറ്റ് തന്നെ മേടിക്കാം. ലെവർ ബെൽറ്റ്സ് ആർ പ്രിറ്റി കൂൾ. നിങ്ങൾ ഈ ഒരു SBDയുടെ ബെൽറ്റ് ഒക്കെ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് ലാസ്റ്റ് ചെയ്യും. അടുത്ത ടൈപ്പ് ഓഫ് ബെൽറ്റാണ് വെൽക്രോ ബെൽറ്റ്. വെൽക്രോ ബെൽറ്റിനെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എല്ലാ ജിമ്മിലും ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടും എല്ലാവരും ഷെയർ ചെയ്തു പോകുന്ന ബെൽറ്റ്. അതും അല്ലെങ്കിൽ എല്ലാ ജിമ്മിൻ്റെയും തറയിൽ കിടക്കുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടി. ഇവനാണ് നുമ്മ പറഞ്ഞ നടൻ. ഇവനാണ് വെൽക്രോ ബെൽറ്റ്. സ്ട്രാപ്പിൻ്റെ അറ്റമെടുത്ത് ബക്കിൾ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് വെൽക്രോന്റെ മേലെ സ്ട്രാപ്പ് സെക്യൂർ ചെയ്യുക. ഇങ്ങനെയാണ് വെൽക്രോ ബെൽറ്റ് ധരിക്കുന്നത്. എല്ലാ ജിംസിലും എല്ലാവർക്കും ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബെൽറ്റാണ് വെൽക്രോ ബെൽറ്റ്. ഒരു പക്ഷേ ഫ്രീ ആയിട്ട് തന്നെ. അതാണ് വെൽക്രോ ബെൽറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റിനെതിരെ ബ്രേസ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി നല്ല ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ബ്രേസ് ചെയ്യുമ്പോൾ പുഷ് ചെയ്യാൻ മാത്രം കട്ടിയില്ലാത്ത മെറ്റീരിയലാണ് വെൽക്രോ ബെൽറ്റിൻ്റെത്. എനിക്ക് വെൽക്രോ ബെൽറ്റ് കെട്ടുമ്പോൾ വല്ല തുണി വെച്ച് കെട്ടുന്ന സെയിം ഫീലിംഗ് ആണ് ഉണ്ടാവാറുള്ളത്. ബാക്കിൽ നിന്ന് സ്പൈൻ കൊഴിഞ്ഞു വീഴാതിരിക്കാനല്ലോ നമ്മൾ ബെൽറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പവർ ലിഫ്റ്റിംഗിന് ഞാൻ ഒരിക്കലും വെൽക്രോ ബെൽറ്റ്സ് റെക്കമെൻഡ് ചെയ്യില്ല. വേറൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് എല്ലാ വെൽക്രോ ബെൽറ്റ്സും ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെൽക്രോ കേട് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി മിക്ക ജിമ്മുകളിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ചീപ്പ് ക്വാളിറ്റി ബെൽറ്റ്സ്.
അതുകൊണ്ട് തന്നെ മിക്ക ഹെവി ലിഫ്റ്റ്സ് ചെയ്യുന്നതിനിടയിലും ഈ ബെൽറ്റ്സ് തുറന്നു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഹെവി സ്ക്വാട്സ് ഒക്കെ ചെയ്യുന്നതിനിടയിൽ വെൽക്രോ ബെൽറ്റ്സ് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇഞ്ചുറീസ് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലർ അവരുടെ വെൽക്രോ ബെൽറ്റ്സിൻ്റെ വെൽക്രോ കേട് വന്നു കഴിഞ്ഞാൽ പോലും അതെടുത്ത് കളയാതെ സ്ട്രാപ്സ് ഇത്തരത്തിൽ കെട്ടുന്നതായിട്ട് കാണാം. ഐ മീൻ, നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് മനോഭാവത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് ബ്രോ, ഇറ്റ്സ് ഡേഞ്ചറസ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ബ്രേസ് ചെയ്യാൻ പോലും സാധിക്കില്ല. പിന്നെ ഞാൻ വെൽക്രോ ബെൽറ്റ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് വെയ്റ്റ് ലിഫ്റ്റിങ്ങോ സ്ട്രോങ് മാനോ പോലെയുള്ള സ്പോർട്സ് ചെയ്യുന്നവർക്കാണ്. കാരണം അവർ ചെയ്യുന്ന ലിഫ്റ്റുകളിൽ അവരുടെ കോർ കുറേ കൂടെ ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. അതായത് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ക്ലീനോ സ്നാച്ചോ ചെയ്യുമ്പോഴും സ്ട്രോങ് മാനിൽ വല്ല ഹൂസഫെൽ സ്റ്റോണോ അറ്റ്ലാസ് സ്റ്റോണോ എടുത്ത് പൊക്കുമ്പോഴും പവർ ലിഫ്റ്റേഴ്സ് അവരുടെ ബാക്ക് റൗണ്ട് ചെയ്യുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ് ഇവർ റൗണ്ട് ചെയ്യുന്നത്. ബട്ട് ഞാനോ ഈ വീഡിയോ കണ്ടിരിക്കുന്ന അറ്റ്ലീസ്റ്റ് 90% ആളുകളെക്കാളും കൂടുതലോ അത്തരം സ്പോർട്സിൽ ഇൻവോൾവ് അല്ല. അതുകൊണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇതിൻ്റെ മേലെ എടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പവർ ലിഫ്റ്റേഴ്സിനും പിന്നെ മിക്ക ആളുകൾക്കും വെൽക്രോ ബെൽറ്റ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമൻറ്റ് കൂടെ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ടു ദി ചാനൽ, നോട്ടിഫിക്കേഷൻ ബെൽ ഇനേബിൾ ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് ഹാനി ഫ്രം ജെബോക്സ്. പീസ്.